മഹാകുംഭമേളയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് അപകടം 25ഓളം പേർക്ക് പരിക്കേറ്റു എന്നാണ് സൂചന. പരിക്കേറ്റവരുടെ എണ്ണം സ്ഥിരീകരിച്ചിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ഫോണിൽ വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. രഞ്ജിത്ത് രാമേന്ദ്രൻ വിവരങ്ങളുമായി. രഞ്ജിത്ത്, നമ്മളെപ്പോഴും പറയാറുണ്ട് അവിടെ തിരക്ക് നിയന്ത്രിക്കാനുള്ള ക്രമീകരണങ്ങളെയൊക്കെ പറ്റി. രഞ്ജിത്ത്, അവിടെ പോയ സമയത്തൊക്കെ നമ്മൾ പറയുമായിരുന്നു. ഇന്നിപ്പോൾ രണ്ടാമത്തെ ഷാഹി സ്നാനം, ആദ്യത്തെ ഷാഹി സ്നാനത്തിന്റെ സമയത്ത് രഞ്ജിത്ത് അവിടെ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ഷാഹി സ്നാനം നടക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഇങ്ങനെ ഒരു തിക്കും തിരക്കും ഉണ്ടാവുന്നത്. പല വിവരങ്ങൾ പലയിടത്തു നിന്ന് പുറത്തു വരുന്നുണ്ട്. എങ്കിലും ഇതിൽ ഏറ്റവും ആധികാരികമായതേ നമുക്ക് പറയാൻ കഴിയൂ. എന്താണ് അങ്ങനെയുള്ള വിവരങ്ങൾ? ശ്രീജ പറഞ്ഞതുപോലെ ഈ മൗനി അമാവാസ്യ ദിവസമാണ്. അതാണ് ഈ കുംഭമേളയിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായി കണക്കാക്കുന്നത്. ഈ ദിവസം നമ്മൾ UP സർക്കാരൊക്കെ നേരത്തെ പ്രതീക്ഷിക്കുന്നത് 10 കോടിയോളം ആളുകൾ ഈ ദിവസം മാത്രം വന്ന് സ്നാനം ചെയ്ത് മടങ്ങും എന്നുള്ളതാണ്. അതനുസരിച്ചുള്ള തിരക്കും ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി 7:30 മുതൽ ഇന്ന് 5 മണി വരെയുള്ള ഈ വളരെ വിശിഷ്ടമായ സമയത്താണ് ഇത്രയധികം ആളുകൾ വന്നു പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങളും മറ്റും അവിടെ ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ അപകടമുണ്ടായിരിക്കുന്നത് ഈ വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. അതായത് സംഗം എന്ന പ്രദേശം. അവിടെ ഗംഗയും യമുനയും ഒപ്പം സരസ്വതിയും സംഗമിക്കുന്ന ഒരു പ്രദേശം. അവിടെ സ്നാനം ചെയ്യുമ്പോഴാണ് ആളുകൾ പുണ്യമായി അത് കരുതുകയും മറ്റും ചെയ്യുന്നത്. അവിടെയാണ് ഇത്രയും വലിയ അപകടം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് വിദേശ മാധ്യമങ്ങളൊക്കെ BBC ഒക്കെ ഈ മരണത്തിന്റെ റിപ്പോർട്ടുകളൊക്കെ എണ്ണമൊക്കെ വളരെയധികം പെരുപ്പിച്ച് കാണിക്കുന്നുണ്ട് എങ്കിൽ പോലും ഏതാണ്ട് 15ഓളം ആളുകളുടെ നില അതീവ ഗുരുതരമാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത് എന്നുള്ളതാണ്. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ അങ്ങനെയാണ്. ഏതാണ്ട് 30-35 പേർക്ക് പരിക്കേറ്റുണ്ട് എന്നുള്ള വിവരം കൂടി ലഭ്യമാകുന്നുണ്ട്. ഏതായാലും വലിയ ഒരു അപകടം എന്ന് വേണം കരുതാൻ. കാരണം ഇത്രയും ദിവസം ഈ കുംഭമേള നടന്നപ്പോൾ ഏതാണ്ട് 45 കോടിയോളം ആളുകൾ ഇങ്ങോട്ടേക്ക് വരും എന്നുള്ള കണക്കുകൂട്ടലാണ്. ഇതിനകം തന്നെ വന്നു പോയവരുടെ എണ്ണം ഏതാണ്ട് 12 കോടിയാണ് എന്ന് UP സർക്കാർ ഔദ്യോഗികമായി കണക്ക് കൂട്ടിയിരുന്നു. ഇന്ന് 29 മറ്റൊരു ഷാഹി സ്നാൻ എന്ന് പറയുന്നത് 3-നാണ്, വരുന്ന 3-ാം തീയതിയാണ്. ആ ദിവസങ്ങളിൽ കൂടുതൽ ഭക്തരെത്തും എന്നും അതനുസരിച്ചുള്ള കണക്കുകൂട്ടലും മറ്റും UP സർക്കാരും മറ്റും നടത്തിയിരുന്നു. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ അപ്രതീക്ഷിതമായി ഇത്രയധികം ആളുകൾ ഇങ്ങോട്ടേക്ക് വരികയും ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏതാണ്ട് ഒരു 10-18 മണിക്കൂറിനുള്ളിൽ സ്നാനം നടത്തി മടങ്ങാനുള്ള തത്രപ്പാടിനിടെ ഈ വലിയ അപകടം സംഭവിക്കുകയായിരുന്നു എന്നുമാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, അതായത് കഴിഞ്ഞ 3 ദിവസങ്ങളിലായി അനവധി തീർത്ഥാടകർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവരാരും മടങ്ങുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെയും മറ്റുമായി ഇന്നലെ വൈകുന്നേരം മുതൽ വന്നവർക്കൊപ്പം ഈ 4 ദിവസം ഇവിടെ തമ്പടിച്ചിരുന്ന നിരവധി തീർത്ഥാടകരുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഇവര് മടങ്ങാതെ കൂടി വന്നതോടുകൂടി വലിയ ഒരുപക്ഷെ ആ കുംഭമേളയുടെ ആ പ്രദേശത്ത് പ്രയാഗ്രാജിലെ 30 കിലോമീറ്ററിനുള്ളിൽ അവർക്ക് ഉൾക്കൊള്ളാനാവുന്നതിലൊക്കെ അപ്പുറത്തുള്ള ഒരു വലിയ ജനക്കൂട്ടം അവിടെ ഉണ്ടായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പോൾ ഈ പുതിയ ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ അവിടെ 100ഓളം ആംബുലൻസുകൾ ഇപ്പോൾ ആ പ്രദേശത്ത് ഈ പരിക്കേറ്റവരെയും കൊണ്ട് പോകാനായി ക്രമീകരിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. സമീപത്ത് ഈ കുംഭമേളയുടെ ആ പ്രദേശത്ത് തന്നെ ഒരു വലിയ ആശുപത്രി സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെ നിരവധി ആളുകൾ ചികിത്സയിലുണ്ട്. ഇതുകൂടാതെ തൊട്ടടുത്തുള്ള മറ്റ് ആശുപത്രികളിലേക്കും ആളുകളെ കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും മരണം സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിക്കാവുന്ന കണക്കുകളൊന്നും പുറത്തു വരുന്നില്ല, ശ്രീജ. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ 2 മണിക്കൂറിനുള്ളിൽ 2 തവണ യോഗി ആദിത്യനാഥുമായി UP മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് എന്നാണ് ഇപ്പോൾ പോലീസ് സന്നാഹങ്ങളടക്കം പോലീസ് മേധാവി അടക്കം അറിയിക്കുന്ന പശ്ചാത്തലം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഒരു വലിയ അപകടം എന്ന് തന്നെ വേണം കരുതാൻ. അവിടെ ആളുകളൊക്കെ ഒരുപാട് പരിഭ്രാന്തരായ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. വളരെ പെട്ടെന്ന് ഈ തിരക്ക് അങ്ങോട്ട് വരികയും ഈ ആളുകളൊക്കെ താഴേക്ക് മറിഞ്ഞു വീഴുകയും തിരക്കിലും പെടുകയും ഒക്കെ ചെയ്തപ്പോൾ അവിടെ വലിയ ഒരു പരിഭ്രാന്തിയുടെ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. സ്വാഭാവികമാണത്. ഈ ഗ്രീൻ കോറിഡോർ വളരെ പെട്ടെന്ന് തയ്യാറാക്കുകയും അതിലൂടെ ഈ പരിക്കേറ്റവരെ പുറത്തെത്തിക്കുകയുമാണ് ഇപ്പോൾ അവിടെ ചെയ്തു വന്നത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ നമുക്ക് ഇനിയും UP സർക്കാരിന്റെ അല്ലെങ്കിൽ പോലീസിന്റെ ഔദ്യോഗിക കണക്കിനായി കാത്തിരിക്കേണ്ടി വരും. മരണം സംഭവിച്ചിട്ടുണ്ടോ, പരിക്കേറ്റവരുടെ നില സംബന്ധിച്ച്. എന്തായാലും 15ഓളം ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റുണ്ട് എന്ന സ്ഥിരീകരണം UP സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊരു കൃത്യമായ ഒരു ധാരണ ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇനിയുള്ള ദിവസങ്ങളിലും സമാനമായ തിരക്കിന് തന്നെയാണ് സാധ്യത. കാരണം 29 കഴിഞ്ഞാൽ പിന്നെ 3-നാണ് അടുത്ത ഷാഹി സ്നാൻ എന്ന വളരെ പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുക. അതിൽ പങ്കെടുക്കാനും
ഒരുപാട് ആളുകൾ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അതായത് നമുക്കറിയാം, കുംഭമേള പോലെ ഈ 144 വർഷത്തിനിടയിൽ ഉണ്ടാകുന്ന ഒരു മഹാസംഭവം, അത് ഇത്തവണ യു പി സർക്കാർ ടൂറിസവുമായൊക്കെ ബന്ധപ്പെടുത്തി അതിനെ കുറച്ചുകൂടി വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പരമാവധി ആളുകളെ എത്തിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നു. ഇതിനൊക്കെ ഇടയിലാണ് ഈ അപകടം സംഭവിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ ശ്രീജ പറഞ്ഞതുപോലെ ഞാനവിടെ ഉള്ളപ്പോൾ ഒരു തീപിടുത്തം അവിടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷെ അത് ആദ്യമൊക്കെ ഗൗരവതരമാണ് എന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷെ അത് വളരെ പെട്ടെന്ന് തന്നെ കൈകാര്യം ചെയ്യുകയും മറ്റ് കാഷ്വാലിറ്റീസ് ഒന്നും ഇല്ലാതെ അതിനെ കൊണ്ടുപോകാനും ഒക്കെ സർക്കാരിന് സാധിച്ചു. പക്ഷെ ഇത് അതിന്റെ മുകളിലുള്ള ഒരു അപകടമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ആളുകളൊക്കെ പരിഭ്രാന്തരാണ്. നമുക്ക് അല്പസമയം കൂടി കാത്തിരിക്കേണ്ടി വരും കൃത്യമായി തന്നെ എന്താണ് സംഭവിച്ചത് എന്ന കാര്യം മനസ്സിലാക്കാൻ, എന്തെങ്കിലും തരത്തിലുള്ള മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യം മനസ്സിലാക്കാൻ. പക്ഷേ ചില ചിത്രങ്ങളൊക്കെ പ്രാദേശിക ചാനലുകളിലൊക്കെ ചിത്രങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ചില മൃതശരീരങ്ങൾ അവിടെ കിടക്കുന്നതുമായൊക്കെ ബന്ധപ്പെട്ട് അത് പരിക്കേറ്റവരാണോ മരിച്ചവരാണോ എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു ധാരണ ഇതുവരെ ഉണ്ടായിട്ടില്ല. ശ്രീജ. ശരി, രഞ്ജിത്ത് രാമേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കിരൺ ബാബു കൂടി ചേരുന്നുണ്ട് നാഷണൽ ഡെസ്കിൽ നിന്ന്. കിരൺ, എങ്ങനെയാണ് ദേശീയ മാധ്യമങ്ങളൊക്കെ ഈ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്? സാധാരണഗതിയിൽ നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ഓർഗനൈസ്ഡ് ആയി ഒരു തരത്തിലുള്ള ഒരു പ്രശ്നവും ഉണ്ടാവാതെ AI ക്യാമറകളൊക്കെ ഉപയോഗിച്ച് തിരക്കുള്ള ഭാഗം കണ്ടുപിടിക്കുകയും അങ്ങനെ പരിധിയിൽ കൂടുതൽ ആളുകൾ എത്തിയാൽ അപ്പോൾ തന്നെ അവിടെ അത് നിയന്ത്രിക്കാൻ സംവിധാനം ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്ത് അങ്ങനെ വളരെ ശാസ്ത്രീയമായിട്ടാണ് ഇത്രയധികം പേർ വരുന്ന ഒരു സ്ഥലത്തെ അവർ കൺട്രോൾ ചെയ്തിരുന്നു. പക്ഷേ ഈ അവിടെ ഉള്ളവർ തുടരുകയും പുതിയ ആളുകൾ കൂടി എത്തിയതോടെയും ഇങ്ങനെ ഒരു നിയന്ത്രണം വിട്ടൊരു സംഭവം ഉണ്ടാവുകയാണ്. അതിനെ എങ്ങനെയാണ് അവിടെ മാനേജ് ചെയ്യുന്നത്? എന്തൊക്കെയാണ് ദേശീയ മാധ്യമങ്ങളിൽ നമുക്കിപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ? ശ്രീജ, ഇന്ന് മൗനി അമാവാസിയോടനുബന്ധിച്ച രണ്ടാമത്തെ ഷാഹി സ്നാനം നടക്കേണ്ടതായിരുന്നു. ഇന്ന് വെളുപ്പിനായിരുന്നു ആ സ്നാനം നടക്കേണ്ടത്. സ്വാഭാവികമായും പ്രധാനപ്പെട്ട ഈ സ്നാന ദിവസങ്ങളിലൊക്കെയാണ് രാജകീയ സ്നാനം നടക്കുന്ന. അത്തരം ദിവസങ്ങളിലാണ് വലിയ ഘോഷയാത്രകൾ, ഈ എല്ലാ അഖാഡകളുടെയും നേതൃത്വത്തിലുള്ള പ്രത്യേക ഘോഷയാത്രകൾ. വളരെ അതിമനോഹരമായ ചടങ്ങാണിത്. ആയിരക്കണക്കിന് പേർ ഓരോന്നിനും ഒപ്പം കാണും. വലിയ രഥങ്ങളിലുമൊക്കെ പ്രത്യേകം അലങ്കരിച്ച രഥങ്ങളും അതിനൊപ്പം തന്നെ പലതരത്തിലുള്ള സന്യാസിമാർ, നാഗസന്യാസിമാരും അങ്ങനെ പല സന്യാസിമാരുടെ വലിയ നിരയൊക്കെ ആയിട്ട് വലിയ ആഘോഷപൂർവ്വം വരുന്ന സ്നാനങ്ങളാണ് ഷാഹി സ്നാനങ്ങൾ. ഇത് പ്രധാനപ്പെട്ട ഈ ഷാഹി സ്നാനങ്ങളുടെ ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സന്ദർശകർ അവിടെ എത്തുന്നത്. ആ ഷാഹി സ്നാനമാണ് ഇപ്പോൾ മാറ്റിവെച്ചത്. എന്തായാലും അവിടെ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി തന്നെ, ഇന്നലെ അർദ്ധരാത്രിയിൽ ആ തരത്തിലേക്ക് ആളുകൾ എത്തണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഷാഹി സ്നാനത്തിന് വേണ്ടി കാണാൻ വേണ്ടി എത്തിയതാണ്. രാത്രി 2 മണിക്കൊക്കെ ഈ സ്റ്റാമ്പേഡ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഇതിൽ വെളുപ്പാങ്കാലത്തെ 3:30-4 മണിയാകുമ്പോൾ തന്നെ ഈ ഷാഹി സ്നാനത്തിനുള്ള ഘോഷയാത്രകളുടെ തുടക്കമാവും. പൂർണ്ണമായും വെളിച്ചം വീഴുന്നതിന് മുമ്പ് തന്നെ ഈ ഷാഹി സ്നാനത്തിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് പലതരത്തിലുള്ള ആളുകൾ ഒരുപാട് എത്തിയിട്ടുണ്ടാവാം. അതിനെ തുടർന്നാണ് അവിടെ വലിയ തിക്കും തിരക്കുമൊക്കെ ഉണ്ടായത്. ഈ ആളുകളുടെ എണ്ണം നിയന്ത്രിക്കാൻ സംവിധാനമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ തന്നെയും ഓരോ 12 വർഷം കഴിയും തോറും ഇപ്പോൾ പുതിയ കാലത്ത് കൂടുതൽ പേർ, കേരളത്തിൽ നടക്കം പണ്ട് വളരെ കുറച്ച് ആളുകളാണ് പോയിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ ഇതിനെ സംബന്ധിച്ച വലിയ വാർത്തകളൊക്കെ വരികയും കൂടുതൽ ആളുകൾ ഇതൊക്കെ കൗതുകത്തിന് വേണ്ടി പോകുന്നവർ, തീർത്ഥാടനത്തിന് വേണ്ടി പോകുന്നവർ, അങ്ങനെ പലതരത്തിൽ ഇത്തരം ഒരു വലിയ സംഭവം നടക്കുമ്പോൾ എന്താണ് അത് കണ്ടിരിക്കണം എന്ന് അറിയാൻ വേണ്ടി പോകുന്നവർ, അങ്ങനെ പലതരത്തിലുള്ള ആളുകളൊക്കെ ഇങ്ങനെ അവിടെ എത്തിച്ചേരാറുണ്ട്. അതുകൊണ്ട് ഇത്തരം ഒരു സ്ഥലത്ത് സ്റ്റാമ്പേഡ് ഉണ്ടാവുന്നത് വളരെ സാധാരണഗതിയിൽ ഇത്ര കാലം ഉണ്ടായില്ല എന്നത് ആ സംവിധാനത്തിന്റെ മികവ് കൊണ്ട് ഉണ്ടായില്ല എന്നത് മാത്രമേ പറയാൻ കഴിയൂ. അത്രത്തോളം വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യേണ്ടതാണ്. സാധാരണക്കാരായ മനുഷ്യരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യർ സ്വാഭാവികമായും പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് കണ്ടാൽ പോലും ആ സ്ഥലത്തേക്ക് തിക്കും തിരക്കും ഉണ്ടാകാം. പെട്ടെന്ന് റൂമർ ഉണ്ടായാൽ പോലും മനുഷ്യരുടെ തിക്കും തിരക്കുമൊക്കെ ഉണ്ടാകും. ഇതിനെയൊക്കെ നിയന്ത്രിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് അത് വലിയ പ്രയാസം തന്നെയാണ്. എന്തായാലും അവിടെ വലിയ തിക്കും തിരക്കും ഉണ്ടായിരിക്കുന്നു. ഔദ്യോഗികമായി ആരുടെയും മരണം ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ദേശീയ മാധ്യമങ്ങളടക്കം അല്ലെങ്കിൽ ഇന്റർനാഷണൽ മാധ്യമങ്ങളടക്കം BBC അടക്കമുള്ള മാധ്യമങ്ങളടക്കം അവിടെ പലരും മരിച്ചതായുള്ള സംശയങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത്രയും വലിയൊരു സ്ഥലത്ത് അത്രയും വലിയൊരു ആൾക്കൂട്ടത്തിനിടയിൽ ഒരു തിക്കും തിരക്കും ഉണ്ടായാൽ സ്വാഭാവികമായും അത്തരം മരണങ്ങളും നിരവധി പേർക്ക് പരിക്കേറ്റ നിരവധി പേരെയും കൊണ്ട് ആശുപത്രിയിലൊക്കെ എത്തിച്ചിട്ടുണ്ട്. ഇത്രയും ഒരു സ്ഥലത്ത് നിന്ന് പരിക്കേറ്റവരെ അവിടെ എത്തിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിലും വലിയ പ്രയാസങ്ങളുമൊക്കെ ഉണ്ട്. ഒരു പ്രത്യേകിച്ച് സ്ഥിരമായ ആളുകൾ വരുന്ന സ്ഥലമോ അല്ലെങ്കിൽ അത്തരം സ്ഥിരം സംവിധാനങ്ങളുള്ള ഒരു സ്ഥലമല്ല ഇത്. ത്രിവേണി സംഗമം എന്ന് പറയുന്നത് നദീതടമാണ്. നദീതടം കിലോമീറ്ററുകൾ കണക്കിന് നിൽക്കുന്ന ഒരു നദീതടം. അവിടെ താൽക്കാലികമായി നിർമ്മിക്കുന്നതാണ് ഇതിൻ്റെ മുഴുവൻ സംവിധാനങ്ങളും. അങ്ങനെ ഇത്രയേറെ ആളുകൾ വരുന്ന ഒരു സ്ഥലത്തേക്ക് താൽക്കാലികമായി ഇത്ര വലിയ സംവിധാനങ്ങളൊക്കെ രൂപീകരിച്ച് ആ സംവിധാനത്തിലാണ് ആളുകളെ
അവിടെ എത്താനും അവിടെ താമസിക്കാനുള്ള സൗകര്യം താൽക്കാലിക ടെന്റുകളൊക്കെയാണ് താമസിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. ഈ അഖാഡകളെല്ലാം തന്നെ സന്യാസി സമൂഹങ്ങൾ വന്നിട്ട് പ്രധാനപ്പെട്ട അഖാഡകൾ അവരുടെ നേതൃത്വത്തിലുള്ള ആളുകൾക്ക് സൗജന്യമായി ഭക്ഷണം വിതരണം ചെയ്യാൻ ഓരോ അഖാഡകളുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക ഭക്ഷണപ്പുരകളൊക്കെ തന്നെ വലിയ എത്രയോ ഈ പറയുന്നത് പോലെ ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നത് ആ ആളുകൾക്കെല്ലാം ഭക്ഷണം കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അത്ര വലിയ ഭക്ഷണപ്പുരകളും ഒക്കെയാണ്. രാവിലത്തെ ഭക്ഷണം, ഉച്ചക്കത്തെ, വൈകുന്നേരത്തെ ഒക്കെ ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങൾ അതെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയിലേക്കൊക്കെ താൽക്കാലികമായി ഉണ്ടാക്കിയ സംവിധാനത്തിനിടയിലേക്ക് ഒരു തിക്കും തിരക്കും വന്നാൽ പലതരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇതുവരെയും അങ്ങനെ കാര്യമായ അപകടങ്ങൾ ഉണ്ടാവാതെ മുന്നോട്ട് പോയി. പക്ഷേ ഇന്നലെ അങ്ങനെ ഒരു തിക്കും തിരക്കും ഉണ്ടായി. അപകടത്തിൽ എത്ര പേർ മരണപ്പെട്ടു എന്നതിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ എത്ര പേർക്ക് കൃത്യമായി പരിക്കേറ്റോ എന്നതിനെ സംബന്ധിച്ചോ യു പി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം അങ്ങനെ ഇതുവരെയും ഉണ്ടായിട്ടില്ല. കിരൺ, എന്തായാലും ഇനി ഔദ്യോഗിക സ്ഥിരീകരണത്തിനാണ് നമ്മൾ കാത്തു നിൽക്കേണ്ടത്. കാരണം പലയിടത്ത് പല റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ എന്താണ് സംഭവിച്ചത്, എന്തെങ്കിലും തരത്തിലുള്ള കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ ഔദ്യോഗിക സ്ഥിരീകരണത്തിന് നമുക്ക് കാത്തിരിക്കാം. ഇത്രയേറെ ആളുകൾ വരുന്നൊരു സ്ഥലമാണ്. പരമാവധി ശ്രദ്ധിച്ചുകൊണ്ടാണ് അവിടെ കാര്യങ്ങൾ ഇതുവരെ നടന്നിരുന്നത്. പക്ഷേ ഈ ഇന്നത്തെ മൗനി അമാവാസിയുമായി ബന്ധപ്പെട്ടുണ്ടായ തിരക്കിലാണ് കാര്യങ്ങൾ നിയന്ത്രണം വിട്ട് പോയത്.